വലിയൊരു മഹത്തായ യാത്രയ്ക്കാണ് പോകുന്നത്. അതിന് നിയോഗിക്കപ്പെട്ട ആൾക്കാർ മാത്രമേ ഇന്ന് ഇവിടെ ഉള്ളൂ. അപ്പം ആ യാത്രയുടെ മഹാത്മ്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ യാത്രയ്ക്ക് നിങ്ങൾ ഇന്നു മുതൽ മാനസികമായി തയ്യാറെടുക്കണം. ഇന്നു മുതൽ നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വ്യക്തമായി ഭംഗിയായി ഒരു കൈലാസ ദർശനം കാണുക എന്നുള്ളത് മാത്രമായിരിക്കണം. 1,00,000 തവണ കൃഷ്ണനാമം ജപിച്ച് നടന്നാൽ അത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കുന്നതാണ് ആചാര്യന്മാർ പറയുന്നത്. കൃഷ്ണേതി വൈഷ്ണവം മന്ത്രം യസ്യ വാചി പ്രവർത്തതേ ഭസ്മീഭവന്തി രാജേന്ദ്ര മഹാപാതക കോടയാ എന്നാണ് പ്രമാണം. ജന്മങ്ങളുടെ ആഗ്രഹം അത്ര ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്താണോ അത് സ്വീകരിക്കാനാണ് മഹാദേവൻ പാർവതി ദേവിയോടെ കാത്തിരിക്കുന്നത്. നമ്മൾ എന്താണോ അത് അവിടെ എത്തിച്ചേക്കാം. ആത്മയോള എക്സ്പീരിയൻസസ് കണ്ടക്ട് ചെയ്യുന്ന 2026 മെയ് 28 നമ്മൾ പുറപ്പെടുന്ന കൈലാസ മാനസരോവർ യാത്രയുടെ ഐറ്റിനറി വിശദീകരണമാണ്. ഓവർലാൻഡ് യാത്രയാണ് കൈലാസ യാത്ര. ബസ്സിലായിരിക്കും നമ്മുടെ യാത്ര. അതായത് കാഠ്മണ്ഡുവിൽ എത്തി കാഠ്മണ്ഡുവിൽ നിന്ന് 14 ദിവസം ദൈർഘ്യമുള്ള യാത്രയാണ്. 1-ാം ദിവസം കാഠ്മണ്ഡുവിൽ എത്തുന്നു. 13-ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് കാഠ്മണ്ഡുവിൽ എത്തുന്നു. ആദ്യ ദിവസം അറൈവൽ ഇൻ കാഠ്മണ്ഡു. 2-ാമത്തെ ദിവസം കാഠ്മണ്ഡുവിലുള്ള ക്ഷേത്രങ്ങളായിട്ടുള്ള പശുപതിനാഥ ക്ഷേത്രം, ഗുഹേശ്വരി ക്ഷേത്രം, ജൽനാരായൺ ക്ഷേത്രം, ബൗദ്ധനാഥ സ്തൂപ എന്നീ സ്ഥലങ്ങളാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതേ ദിവസം തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഈ ക്ഷേത്രങ്ങളിൽ മുന്നേ ചിലപ്പോൾ പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അവർക്കായിട്ട് മൗണ്ട് എവറസ്റ്റിന്റെ ഏരിയൽ വ്യൂ ചെറിയ ഫ്ലൈറ്റ് വിമാനം പിടിച്ച് നമുക്കത് കാണാനായിട്ട് പോകാൻ പറ്റും. ആ ദിവസം ഫുള്ളായിട്ട് അങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷണൽ ആക്ടിവിറ്റി ആണ്, പാക്കേജിൽ ഉൾപ്പെടാത്ത ഒരു ആക്ടിവിറ്റി ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുൻകൂട്ടി പറഞ്ഞാൽ നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ് തലേ ദിവസത്തേക്കായിട്ട് അത് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. കൈലാസിലേക്കുള്ള യാത്ര 3-ാമത്തെ ദിവസമാണ് ആരംഭിക്കുക. 3-ാമത്തെ ദിവസം നേപ്പാൾ ടിബറ്റ് ബോർഡറിനടുത്തുള്ള ഒരു ഗ്രാമമായിട്ടുള്ള ശാബ്രുബേഷി എന്നൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തും. അവിടെയാണ് അതൊരു ബോർഡർ ഗ്രാമമാണ്, നേപ്പാൾ സൈഡിലെ ബോർഡർ ഗ്രാമമാണ്. അവിടെയാണ് അന്ന് രാത്രി താമസിച്ചിട്ടുണ്ടായിരിക്കുക. അടുത്ത ദിവസമാണ് ബോർഡർ ക്രോസ് ചെയ്ത്, അതായത് 4-ാം ദിവസമാണ് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ആ കാണുന്നതാണ് ബോർഡർ. ആക്ച്വലി നേപ്പാൾ ടിബറ്റ് ബോർഡറാണ് 4-ാം ദിവസത്തിൽ കാണുന്നത്. റസോഗതി എന്ന സ്ഥലത്താണ് ആ ബോർഡർ നിൽക്കുന്നത്. അത് ക്രോസ് ചെയ്ത് നമ്മൾ ടിബറ്റൻ സൈഡിലേക്ക് കടന്ന് കെറു എന്നൊരു ഗ്രാമത്തിലേക്ക് പോയി താമസിക്കും. അടുത്ത ദിവസം അവിടെ. അതിന്റെ അടുത്ത ദിവസം അവിടെ നിന്ന് പുറപ്പെട്ട് സാഗ എന്നൊരു പട്ടണത്തിലേക്ക് എത്തും. സാഗയിൽ നമ്മൾ 2 ദിവസം താമസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് അടുപ്പിച്ച് ഓരോ ദിവസങ്ങളിലും ഓരോ സ്ഥലത്തായിട്ട് താമസിക്കുന്നതിന്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ എക്ലോട്ടൈസേഷൻ. ശരീരം ആ ഓൾട്ടിറ്റ്യൂഡിനോടും ബ്രീതിങ് കണ്ടീഷനോടും കാലാവസ്ഥയോടും പൊരുത്തപ്പെട്ടു പോകണം. നമ്മൾ ജീവിക്കുന്ന നമ്മൾ തൃശ്ശൂരോ അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന തൃശ്ശൂർ ജില്ല നിൽക്കുന്നത് 20 മീറ്റർ അബോവ് സീ ലെവലാണ് നിൽക്കുന്നത്, എലിവേഷൻ നിൽക്കുന്നത്. നമ്മൾ പോകുന്ന കൈലാസിലേക്കാണ്. കൈലാസം ഡെറാഫുക്ക് എന്ന ആദ്യത്തെ നമ്മുടെ പരിക്രമയിൽ വരുന്ന സ്റ്റോപ്പ് നിൽക്കുന്നത് 5200 മീറ്റർ അബോവ് സീ ലെവലാണ്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഓൾട്ടിറ്റ്യൂഡ് കയറി പോകുന്നതിന്റെ വിശദീകരണം പറഞ്ഞാണ്. കാഠ്മണ്ഡു എന്ന പട്ടണം നിൽക്കുന്നത് 1400-1500 മീറ്റർ അബോവ് സീ ലെവലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്ലൈറ്റിൽ അവിടെ ചെന്ന് ഇറങ്ങി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാഠ്മണ്ഡു വളരെ കംഫർട്ടബിൾ ആയ സ്ഥലമാണ്. ബ്രീത്തിങ് പാറ്റേണോ അങ്ങനത്തെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവിടുന്ന് പോയത് ശബരിബീഷ് എത്തി. ശബരിബീഷ് ഏകദേശം 1800 മീറ്റർ അബോവ് സീ ലെവലാണ്. അതിനുശേഷം ബോർഡർ ക്രോസ് ചെയ്ത് കെറൂവിലേക്ക് എത്തി. കെറൂ നിൽക്കുന്നത് 2800 മീറ്റർ അബോവ് സീ ലെവലാണ്. അതിനുശേഷം അടുത്ത ദിവസമാണ് സാഗയിലേക്ക് എത്തുന്നത്. സാഗ 4640 മീറ്റർ അബോവ് സീ ലെവലാണ്. സാഗയിലുള്ള 2 ദിവസത്തെ താമസത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ അതിനുശേഷം വരുന്ന ഏരിയ ഏകദേശം സാഗയുടെ ഓൾട്ടിറ്റ്യൂഡിലാണ് അപ്രോക്സിമേറ്റ്ലി നിൽക്കുന്നത്. അതായത് 4640 മീറ്റർ അബോവ് സീ ലെവലിൽ നിങ്ങൾ ഒരിക്കൽ ശരീരം സെറ്റായി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ കൈലാഷ് റീജിയനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഈവൻ ദോ സാഗയും മാനസ് റോഡും തമ്മിൽ 440 കിലോമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും സാഗ നിൽക്കുന്ന 4640-ലും മാനസ് റോഡ് ലേക്ക് നിൽക്കുന്ന 4600 മീറ്ററുമാണ് സീ ലെവൽ ഓൾട്ടിറ്റ്യൂഡിന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾട്ടിറ്റ്യൂഡിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സാഗയിൽ നിങ്ങളുടെ ശരീരം ഒപ്റ്റിമൈസ് ആയി കഴിഞ്ഞാൽ മാനസ് റോഡിൽ എത്തിയാൽ ആ ബുദ്ധിമുട്ട് തോന്നില്ല. ശരീരം ഓക്കെ ആയി. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ തന്നെ സാഗയിൽ വെച്ചിട്ടാണ് പരമാവധി നമുക്ക് തോന്നുന്നുണ്ടായിരിക്കുക. മാനസ് റോഡിലെത്തി മാനസ് റോഡിന്റെ പരിക്രമ ചെയ്ത് അത് തന്നെ മാനസ് റോഡിന്റെ പരിക്രമ ചെയ്യാൻ പറ്റും. അത് ബസ്സിലാണ് ചെയ്യാം. 82 കിലോമീറ്റർ ആണ്. അച്ഛൻ കഴിഞ്ഞു. ഓക്കെ, അദ്ദേഹം പണ്ടത് നടന്നാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ബസ്സിൽ ചെയ്യാം. അപ്പോൾ 82 കിലോമീറ്റർ പരിക്രമ കഴിഞ്ഞ് തിരിച്ചു മാനസ് റോഡിന്റെ തീരത്ത് വന്ന് അന്ന് രാത്രി അവിടെ താമസിക്കാം. അടുത്ത ദിവസം രാവിലെ രാമൻ തിരുവയുടെ കർമ്മത്തിലുള്ള ഒരു 35 ഹോമാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ
നമുക്കത് ചെയ്ത് എല്ലാ പ്രാർത്ഥനകളോടുകൂടി കൈലാസേശ്വരനെ കാണാനായിട്ട് അവിടുന്ന് മൂവ് ചെയ്യാം. ഉച്ചയോടുകൂടി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടുന്ന് ഡാർച്ചനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഏകദേശം 1-1.5 മണിക്കൂറാണ് യാത്ര ഡാർച്ചനിലേക്ക്. അടുത്ത് തന്നെയാണ്. ഡാർച്ചനിലെത്തി വീണ്ടും അവിടെ തന്നെ താമസിക്കും. ഡാർച്ചൻ എന്നത് കൈലാസ പർവ്വതത്തിന്റെ ബേസ് ക്യാമ്പാണ്. മൻസോറിൽ എത്തുന്നതാണ് നമ്മൾ ആദ്യത്തെ മൈൽ സ്റ്റോൺ. മനസ്സോർ വരുത്താൻ സാധിക്കുക. അതായത് അതിനു മുമ്പ് ശരീരം കഥ പറഞ്ഞു തുടങ്ങും. എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്നുള്ള അതിനു മുമ്പ് ശരീരം പറഞ്ഞു തുടങ്ങും. അതൊക്കെ ഉണ്ടോ നല്ലത്, പരമാവധി ഇല്ലാതിരിക്കട്ടെ. ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഞാൻ എല്ലാവരും കോളേഴ്സിനോട് പറയാറുള്ളതാണ്, നമ്മളെ പരിക്രമ ശരിക്കും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം 6-8 മണിക്കൂർ നടക്കാനുള്ളതാണ്. ഇന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ തൊട്ട് നടക്കാൻ സാധാരണ പറയാറില്ല എല്ലാവരോടും, ഇന്നലെ തൊട്ട് നടക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നടന്നിട്ടില്ലെങ്കിൽ 8 മണിക്കൂർ ഒറ്റയടിക്ക് നമ്മൾ നടക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ശരീരം എന്തായാലും പ്രിപ്പയർ ചെയ്തേ പറ്റുക. ബ്രീതിങ് എക്സസൈസും മറ്റു കാര്യങ്ങളുണ്ട്. മനസ്സോറിൽ നിന്ന് ഡാർച്ചനിലെത്തി ഡാർച്ചനിൽ അന്ന് രാത്രി താമസിച്ച് അടുത്ത ദിവസം യമദ്വാർ എന്നൊരു പോയിന്റ് എത്തും. അത് ഏകദേശം ഡാർച്ചനിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ യാത്ര ചെയ്ത് യമദ്വാറിലേക്ക് എത്തും. യമദ്വാറാണ് ശരിക്കും ഈ ഡേ 8 ആ കാണുന്ന ഒരു ഗോപുരം പോലെ ഒരു സ്ട്രക്ചർ, അതാണ് യമദ്വാറിന്റെ പോയിന്റ്. അത് നോണ്ട് കിടന്നാൽ ഇനി ഒരു ജന്മമില്ല എന്നാണ് പറയാറുള്ളത്. അതായത് കൈലാസിലെത്തി, നമ്മുടെ മനസ്സുകൊണ്ടെത്തി, ശരീരം അവിടെ എത്തി, ഇനി ഒരു ജന്മമില്ല, നമുക്കൊരു തിരിച്ചു പോക്കില്ല. നമ്മുടെ എല്ലാ ജന്മത്തിലെയും പാപങ്ങളും എല്ലാം കഴുകിക്കളഞ്ഞു നമ്മളൊരു പുതിയൊരു മനുഷ്യനായിട്ടാണ് അതിലൂടെ നമ്മൾ അപ്രതിക്കെത്തുന്നത്. പരിക്രമ ചെയ്യാൻ സാധിച്ചാൽ അത് അത്രയും ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം. യമദ്വാറിൽ നിന്ന് പുറപ്പെട്ട് ആദ്യത്തെ ദിവസത്തെ പരിക്രമ അറിയാമല്ലോ, 3 ദിവസമാണുള്ളത്. 52 കിലോമീറ്ററാണ് ആക്ച്വൽ പരിക്രമ ഡിസ്റ്റൻസ് ഉള്ളത്. പക്ഷേ ഷോർട്ടൻ ചെയ്യാന്ന് വെച്ചാൽ അതിലെ സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസം നടക്കാനുള്ളത് ഏകദേശം 12 കിലോമീറ്റർ ആണ്. ഡെറാഫുക്ക് എന്നൊരു മൊണാസ്ട്രിയുടെ പരിസരത്തുള്ള അക്കോമഡേഷനിലേക്ക് നമ്മൾക്ക്. അത് ഏകദേശം ഒരു സമനിൽക്കുള്ള പാതയാണ് അന്നുള്ളത്, ഹൈപ്പോസ് ഉള്ളത്. ഒരു അല്പം കയറ്റുവരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓടിച്ചാടി ചെയ്യുന്ന സ്ഥലമാണ്. ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഓടിപ്പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഡെറാഫുക്കിലെത്തി കംഫർട്ടബിൾ ആയിട്ട് അവിടെ താമസിക്കാൻ പറ്റും. കംഫർട്ടബിൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സും ശരീരവും എന്ത് തന്നെയാണെങ്കിലും പ്രകൃതിയോടെ ഇണങ്ങി മനസ്സങ്ങനെ മനസ്സിലാക്കി തന്നെ ജീവിക്കണം ആ 3 ദിവസം. കാരണം അവിടെയുള്ളത് വളരെ പരിമിതമായ സൗകര്യങ്ങളാണ്. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പരിക്രമ ദിവസങ്ങളിൽ വളരെ ചുരുങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ചൈനീസ് സൈഡിൽ നിന്നുള്ള അറേഞ്ച്മെന്റ്സ് ആണ്. എത്രയോ വർഷങ്ങളായിട്ട് തീർത്ഥാടനം നടക്കുന്നുണ്ടെങ്കിലും ഇന്നും അവർക്കത് പൂർണ്ണമായിട്ടും ഒരു ശരിയായ രീതിയിൽ പോലും അവർക്കത് സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ പാകപ്പെടുത്തിയിരിക്കാൻ സാധിക്കും, അല്ലേ? അത് ഗവൺമെന്റ് വിട്ടുകൊടുക്കുന്ന നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം. അറ്റ്ലീസ്റ്റ് ആ ചുരുങ്ങിയ 3 ദിവസമെങ്കിലും ഇണങ്ങി ജീവിക്കാം എന്ന് മനസ്സോട് ഉറപ്പിക്കാം. എന്നിട്ട് ആ മനസ്സ് പൂർണ്ണമായി അർപ്പിച്ചിട്ട് പരിക്രമം നമുക്ക് ചെയ്യാം. ആദ്യത്തെ ദിവസം യാത്ര കഴിഞ്ഞ് ടെറാത്തോപ്പിലെത്തി അന്നേ ദിവസം അവിടെ രാത്രി താമസിച്ച് അടുത്ത ദിവസമാണ് കുറച്ച് കഠിനമായിട്ടുള്ള യാത്ര വരുന്നത്. അത് കഠിനം തന്നെ എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ഡോൾമാല പാസ് കയറി ഇറങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല നിമിത്തായ കയറ്റവും ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോക്കി ആയിട്ടുള്ള ടെറൈനാണ്. നടക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും. അപ്പോഴാണ് ട്രക്കിംഗ് പോളിലേക്ക് ആവശ്യം വരുന്നത്. കുത്തിപ്പിടിച്ച് ശരിക്കും നടക്കുക. മുട്ടിലേക്കുള്ള ഭാരവും സ്ട്രെയിനും കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഡോൾമാല പാസ് കയറി ഇറങ്ങിയതിനു ശേഷം മറ്റൊരു മൊണാസ്ട്രി ആയിട്ടുള്ള സുത്തുൽഫുക്ക് എന്നൊരു മൊണാസ്ട്രിയുടെ പരിസരത്തുള്ള അക്കോമഡേഷനിലാണ് 2ാം ദിവസം രാത്രിയിലെ താമസം. 22 കിലോമീറ്ററാണ് 2ാം ദിവസം യാത്ര വരുന്നത്. ഏകദേശം 10 മണിക്കൂറിനടുത്താണ് യാത്രയുള്ളത്, ശാന്തരയായിട്ടുള്ളത്. അപ്പൊ ഇത് കയറി ഇറങ്ങിയതിനു ശേഷം ഒരുവിധം പിന്നെ സമതലത്തിലാണുള്ളത്. യു ക്യാൻ കണ്ടിന്യൂ, നടക്കാവുന്നതാണ്. അധികം ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോഴും നിൽക്കുന്ന ഒരു ഫാക്ടർ എന്താ വെച്ചാൽ ഓക്സിജന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതിങ്ങനെ നമ്മൾ ബാക്കിൽ ചെയ്യുന്നത് ഓക്സിജൻ സിലിണ്ടേഴ്സ് നമ്മൾ ദാർച്യം വരെ എത്താൻ പറ്റുള്ളൂ. പരമാവധി യമദ്വാര വരെ എത്താൻ പറ്റും. പിന്നെ എന്നിട്ട് പരിക്രമണ പാതയിലേക്ക് വാഹനങ്ങൾ അനുവദിക്കില്ല. എക്സെപ്റ്റ് എമർജൻസി വെഹിക്കിൾസ് മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പോർട്ടബിൾ ആയിട്ടുള്ള ഓക്സിജൻ ബോക്സ് നമ്മുടെ കയ്യിൽ വേണം. ഞാൻ പറഞ്ഞിരുന്നുണ്ട്, എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അതവിടെ ദാർച്യനിൽ വാങ്ങാൻ കിട്ടും. നമ്മുടെ പിക്കറ്റും ഗൈഡും ആയിരിക്കും. വീടിനെ ചോദിക്കുന്നതിനോട് ആവശ്യമില്ല, അവിടെ തന്നെ കിട്ടാവുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് വാങ്ങാൻ നമുക്കത് ഉപയോഗിക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഒരു പഫ് എടുക്കുക. അതൊരു ഷേവിംഗ് ക്രീമിൻ്റെ ഒരു ബോട്ടിൽ പോലെ ഉണ്ടാവും. അതൊരു മാസ്ക് ഉണ്ടായിരിക്കും. ഒരു പഫ് എടുത്താൽ കംഫർട്ടബിൾ ആയിരിക്കും. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം, യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഓക്സിജൻ ബോട്ടിലെ കാര്യം. 2ാം ദിവസം സുത്തുൽഫുക്കിൽ താമസം കഴിഞ്ഞ് അതിനുശേഷം 3ാം ദിവസം നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മാത്രം നടക്കാനുള്ളൂ. ആക്ച്വലി അതിനുശേഷം ചോങ്ഡു എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റിലെത്തും. അവിടെ എത്തി ദാർശനിൽ നിന്ന് അപ്രദക്ഷിണമായിട്ട് നമുക്ക് വാഹനത്തിൽ വന്നിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് ഏകദേശം ഒരു 9-10 കിലോമീറ്റർ നടത്തം ഒഴിവാക്കാൻ സാധിക്കും. 52 കിലോമീറ്റർ നടക്കേണ്ടത് ഏകദേശം 40-48 കിലോമീറ്റർ മാത്രമേ നടക്കാനുണ്ടായിട്ടുള്ളൂ. സബ്ജക്ട് ടു വെതർ കണ്ടീഷൻസ്. കാരണം ഐസോ എന്തെങ്കിലും മൂടാണെങ്കിൽ പറ്റില്ല. ജനറലി ആ സമയത്തില്ല, ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നടത്താൻ നോക്കാം. ഏതായാലും ബാക്കിയെല്ലാം മഹാദേവന്റെ കയ്യിലാണ്. നമുക്ക് അവിടുത്തെ വെതർ കണ്ടീഷൻ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ കണ്ടീഷൻസ് മാത്രം നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അടുത്തത് തിരിച്ച് നമ്മൾ സുത്തുൽഫുക്കിൽ തിരിച്ച് 3ാം ദിവസം ഡാർശനിലേക്ക് തിരിച്ചെത്തി. അന്ന് തന്നെ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ സാഗിയിലേക്ക് തിരിച്ചെത്തും.
കാരണം എത്രയും പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് അന്നത്തെ ദിവസം കുറച്ച് ജേണി അധികമാണ്, റോഡ് ജേണി കുറച്ച് അധികമായിരിക്കും. നമ്മൾ രാത്രിയാവും സാധ്യ എത്താൻ വേണ്ടിയിട്ട്. അന്ന് രാത്രിയോടെ എത്തി അന്ന് അവിടെ താമസിക്കാം. അതിനുശേഷം അടുത്ത ദിവസം അവിടെ നിന്ന് റൂമിലേക്ക് എത്തും. അടുത്ത ദിവസം ബോർഡർ ക്രോസ് ചെയ്ത് കാഠ്മണ്ഡുവിലേക്ക്, അതായത് 13-ാമത്തെ ദിവസമാണ് നമ്മൾ തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് എത്തുക. 14-ാമത്തെ ദിവസം എപ്പോഴാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഏകദേശം ആയിട്ട് ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിൽ സംശയങ്ങൾ വരിക പരിക്രമ ദിവസത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എൻ്റെ സ്റ്റേ എങ്ങനെയാണ്, എനിക്കത് നടക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള സംശയങ്ങൾ പറഞ്ഞുതരാം. യമദ്വാർ വരെ നമുക്ക് ബസ് സർവീസ് ഉണ്ട്. അതായത് കാഠ്മണ്ഡുവിൽ നിന്ന് കാലെടുക്ക് വെച്ച് യമദ്വാർ വരെ നമുക്ക് ബസ്സിൽ പോകാൻ പറ്റും. ഇതിൽ ചിലർക്കെങ്കിലും ശാരീരിക അസ്വസ്ഥയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. മനസ്സുകൊണ്ട് കൈലാസ പർവ്വതത്തെ കാണണം എന്നൊരു ആഗ്രഹം കൊണ്ട്, അതിയായ ആഗ്രഹം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടാവാം. അവർക്ക് സ്വയം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും, എനിക്ക് യമദ്വാർ വരെ പോയാൽ മതി, ഇനി മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ശരീരം അനുവദിക്കാനുള്ള സാധ്യതയില്ല, എനിക്ക് മനസ്സുകൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചുള്ളൂ എന്നുള്ള സംതൃപ്തി കൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വരാത്തവരുണ്ടായിരിക്കാം. അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ അതുകൊണ്ടാണ് ദാർശനിൽ ഒരു എക്സ്ട്രാ ഡേയ്സ് നമുക്ക് താമസത്തിന് വേണോ എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇൻ കേസ് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഹോട്ടലുകൾ അവൈലബിൾ ആയിരിക്കും ജനറലി. അഥവാ ഇല്ലെങ്കിൽ എഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം, മനസ്സുകൊണ്ട് പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കുന്ന ശൈലിയിൽ നമുക്ക് അവിടുത്തെ ഷെയർഡ് അക്കോമഡേഷനിൽ, ഹോട്ടൽ സൗകര്യം ഉണ്ടാവില്ല, ഷെയർഡ് അക്കോമഡേഷനിൽ അഥവാ അവിടെ സൗകര്യം അവൈലബിൾ അല്ലേ, ഹോട്ടൽ അവൈലബിൾ അല്ല, ഇതേ ഷെയർ അക്കോമഡേഷൻ അത് താമസിക്കാം. ഓക്കെ, ഇനി അതല്ല മുൻകൂട്ടി പറഞ്ഞവർക്ക് ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൂമുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ അവൈലബിൾ ആയിരിക്കും. അതിന് പൈസ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നുമില്ല. നിങ്ങൾ അവിടെ എത്തി റൂം എടുക്കുന്ന സമയത്ത് മാത്രം എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താൽ അവിടെ ഡയറക്റ്റ് നിങ്ങൾ കൊടുക്കുന്നതാണ്. ടിബറ്റൻ ഗൈഡ് ഉണ്ടായിരിക്കും, ഭാഷ അവരാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് മുന്നേ പറഞ്ഞതിൻ്റെ പരിക്രമയിലുള്ള അക്കോമഡേഷൻ ആണെങ്കിൽ നമ്മളത് പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. പരിക്രമയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ പാക്കേജിന് പുറമെ എന്താണെങ്കിലും അത് സ്വാഭാവികമായിട്ട് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഹോട്ടലിൽ അങ്ങനെ താമസിക്കുക. 2 ദിവസമാണ്. പൂർണ്ണമായിട്ട് പരിക്രമണം ചെയ്യുന്നില്ലാത്ത ആൾക്കാരായി 2 ദിവസമാണെങ്കിൽ താമസിക്കേണ്ടി വരിക, 2 രാത്രികൾ. 3-ാമത്തെ ദിവസം നമ്മൾ തിരിച്ചെത്തി പരിക്രമം പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന ആൾക്കാരെ കൂട്ടി നമ്മൾ തിരിച്ച് സാഗിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ചില ആൾക്കാർ എനിക്ക് കുറച്ച് ദൂരം നടക്കാനുള്ള ആവതുണ്ട്, എനിക്ക് കുഴപ്പമില്ല, ഡോൾമല പാസിൻ്റെ ഏരിയയിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല, എനിക്കത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുള്ള ഇപ്പോഴും ചിലപ്പോൾ ആലോചിക്കുന്നത്. കാരണം എത്രയോ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം കൊണ്ട് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എത്രയോ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, പുസ്തകങ്ങൾ വായിച്ചിട്ടും സാറിൻ്റെ പുസ്തകമാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇപ്പോൾ ഇവരുടെ യാത്ര ആണെങ്കിലും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ഥലങ്ങളെ പറ്റി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ബൈഹാർട്ടാക്കി മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഡോളറിന്റെ പാസ് അഥവാ കയറി ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ, ഇതിപ്പോൾ ആലോചിച്ചിട്ട് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മൾ അവിടെ എത്തി നമ്മുടെ ശരീരം എന്ത് പറയണോ അതിനനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. വയ്യാതാണെങ്കിൽ അത് 15 വയസ്സാണെങ്കിലും 60 വയസ്സാണെങ്കിലും വയ്യാതെ ചാലഞ്ച് ചെയ്ത്. മൗണ്ടൻസ് ആർ നോട്ട് ടു ബി ചാലഞ്ച്. ഒരിക്കലും പർവ്വതങ്ങളെ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പാടില്ല. പർവ്വതങ്ങൾ അതൊരു പുണ്യസ്ഥലമായിട്ട് കാണാം. നമുക്ക് ഒരിക്കലും കീഴടക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മൾ കീഴടക്കുക ഒരു പർവ്വതത്തെ? കൈലാസം ഒരിക്കലും ആരും കയറിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലം നമ്മൾ എങ്ങനെ ഒരു പർവ്വതത്തിന്റെ അടുത്തെത്തി നമുക്ക് കീഴടക്കാൻ പറ്റും? കീഴടക്കാന്നല്ല, കീഴടഞ്ഞാന്നുള്ള ചിന്ത കൊണ്ട് നമ്മൾ പോകുന്നത്. യു ഷുഡ് ബി ഗോയിങ് ടു സറണ്ടർ യുവർ സെൽഫ്, അല്ലേ? അപ്പൊ ആ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരം അനുവദിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് മുന്നോട്ട് പോവാതിരിക്കുക. അത് ഏത് സമയത്താണ് അങ്ങനെ തോന്നുന്നത് ആ സമയത്ത് അവിടെയുള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് ആക്ട് ചെയ്യാം, നമുക്ക് അതിന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. എമർജൻസി വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ആദ്യത്തെ ദിവസം പൂർണ്ണമായിട്ടും ദറാപ്പക്ക് വരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും എമർജൻസി വെഹിക്കിൾസ്. അതുപോലെ തന്നെ 3-ാമത്തെ ദിവസം അവൈലബിൾ ആയിരിക്കും. 2-ാമത്തെ ദിവസം ഡോൾമല പാസിന്റെ ഏരിയയിലാണ് വാഹനങ്ങൾ പോവാത്തത്. കാരണം റോക്കി ആയിട്ടുള്ള ടെറൈനാണ്, വാഹനങ്ങൾ പോകാൻ പറ്റില്ല. അവിടെ വരുന്ന ബുദ്ധിമുട്ട് ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ കൂടെയുള്ള ഗൈഡുകൾ ഷെർപ്പകളുണ്ട്. അവര് ഷെർപ്പകൾ വെച്ച പഹാടികളാണ്, അവിടെ തന്നെ ജീവിച്ച് ശരീരം അത്രയും പൊരുത്തപ്പെട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ശരിക്കും മൗണ്ട് എവറസ്റ്റ്, ഒരു എക്സാമ്പിൾ പറയുന്നത് മൗണ്ട് എവറസ്റ്റ് കയറുന്ന ആൾക്കാർ കൂടെ ഷെർപ്പകൾ എപ്പോഴും പോകും. പക്ഷെ നമ്മൾ കയറി എത്തുന്ന ആളുടെ പേര് മാത്രമേ അറിയുള്ളൂ. ഷെർപ്പകൾ കൂടെ പോകുന്ന ആരും അറിയില്ല, അല്ലേ? അപ്പൊ ഷെർപ്പകളാണ് അത്ര ശരിക്കുള്ള പഹാടികൾ. ശരിക്കും അവർക്കാണ് ഏറ്റവും എളുപ്പത്തിൽ കയറി പോകാൻ സാധിക്കുന്നതും അത്രയും ശരീരം യോജിച്ചിട്ടുള്ള കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ കൂടെ ഉണ്ട് ഷെർപ്പകളുണ്ട്. ഏകദേശം 6-8 ആക്ച്വലി 12 പേർക്ക് മറ്റ് ഹെൽപ്പിന് വേണ്ടിയിട്ടെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇവര് തന്നെയാണ് നമ്മുടെ കൂടെ ഗൈഡായിട്ടും, നേപ്പാളി സൈഡിൽ ഗൈഡായിട്ടും ഈ യാത്രകളിൽ പ്രത്യേകിച്ച് ഡോൾമല പാസ് ഏരിയയിലേക്കുള്ള ആൾക്കാരുണ്ടാവുക. അഥവാ ഒരാൾക്ക് എന്തെങ്കിലും വയ്യായി വന്നു വിചാരിക്കാം, അതായത് ഡോൾമല പാസ് കയറുന്ന സമയത്ത്, കയറി ഇറങ്ങുന്ന സമയത്ത് ക്ഷീണം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിക്കാം. നോർമൽ കണ്ടീഷനിൽ റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ ചെയ്യാറുള്ളത് ഒരാൾ അത് ലോഡ് ചെയ്യും, ബാക്കിലേക്ക് ലോഡ് ചെയ്ത് നിങ്ങൾ വെച്ച് കെട്ടും. ഞാൻ പീഡിപ്പിക്കാൻ വേണ്ടി പറയുന്നുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ടേക്ക് ഇറ്റ് ഇൻ ദ പ്രൊഫഷൻ. ശരിക്കും അത് മനസ്സിലാക്കിയെടുക്കുക, ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല. കാരണം അങ്ങനെ ഒരു യാത്രയില്ല.
നമ്മൾ ദുബായ് ചിന്ത വെച്ചിട്ടല്ലോ പറഞ്ഞത്, അങ്ങനെയല്ല പോകുന്നത്. നമ്മൾ ശരിക്കും കൈലാസത്തിലേക്കാണ് പോകേണ്ടത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് അപ്രോച്ച് ചെയ്താൽ ക്ലിയർ ആവും, ക്ലിയർ ആവും. മനസ്സിൽ ഭാരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇറക്കി വയ്ക്കുക, സംശയങ്ങൾ അതൊന്ന് ചോദിച്ചോളാൻ പറയുന്നത്. ചെറുപ്പം നിങ്ങൾ ക്യാരി ചെയ്തിട്ടാണ് താഴത്തേക്ക് ഏത് വശത്തേക്കാണോ എളുപ്പം എത്താൻ വേണ്ടിയിട്ട്, പെടാത്തുക്കുന്നാണോ അടുത്തത് അല്ലെങ്കിൽ ഇൻസുത്തുൽപ്പുക്കിലേക്കാണ് അടുത്തത്, അത് നോക്കിയിട്ട് അതിൻ്റെ ഡെസിഷൻ എടുത്തിട്ട് അവർ നിങ്ങൾ എത്തിച്ചിട്ട് അതിനുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ട്, മറ്റേ പ്ലേ ചെയ്യാം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു യൂഷ്വൽ രീതികൾ ചെയ്യാറുള്ളത്. അവിടെ നിന്ന് താഴത്തേക്ക് എത്താനാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. കാരണം ഡോർമാല പാസ് നിൽക്കുന്നത് 5630 മീറ്റർ അബോവ് സീ ലെവലാണ്. ഡൊറാപ്പൊക്കെ നിൽക്കുന്നത് 5200 മീറ്റർ അബോവ് സീ ലെവലാണ്. എത്രയും പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യുക. കാരണം ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്ന സ്ഥലങ്ങളിൽ ഓക്സിജൻ കിട്ടാന്നല്ലോ ആദ്യത്തെ ലക്ഷ്യം. പിന്നെയാണ് നമ്മൾ ബാക്കി ശരീരഭാഗങ്ങൾ നോക്കുന്നത്, ശ്വസിക്കുന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യുക. അപ്പോൾ അതിനാണ് നിങ്ങളെ ക്യാരി ചെയ്തിട്ട് അങ്ങനെ പതുക്കിക്കൊണ്ടിരുന്നത്. ഒരു പ്രീ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള മൗണ്ടനിയേഴ്സ് ആണ്, മൗണ്ടൻ ട്രെക്കേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ട് വർഷങ്ങളോളം ഏറ്റവും ചെറിയ 100-200 തവണ കൈലാസം കയറിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ആദ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പൊന്നുപോലെ നോക്കിക്കോളും. ആദ്യത്തെ ദിവസം മാത്രം നടക്കാൻ പറ്റും എന്ന ചിന്തയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നേരെ ഡെറാപ്പൂക്ക് എത്തുക, അവിടെ നിന്ന് താമസിച്ച് അടുത്ത ദിവസം രാവിലെ അവിടെ നിന്ന് തിരിച്ച് അതേപോലെ യമദോറിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് ആശുപത്രിയിൽ വന്നിട്ട് ഒരു രാത്രി താമസിക്കാം. മറ്റുള്ളവർ അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മുടെ 2-ാം ദിവസം പരിക്രമണത്തിൻ്റെ അടുത്ത് 3-ാം ദിവസം കഴിഞ്ഞ് തിരിച്ച് ഡാസ്റ്റനിലേക്ക് തിരിച്ചെത്തുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ 2-ാം ദിവസം പിന്നെ ബാക്കിയുള്ള ആൾക്കാരാണ് ഈ ചിന്തിക്കുക, 2-ാം ദിവസം ചെയ്യാൻ പറ്റുമോ, എനിക്ക് മാനസികമായി ശരിയായിട്ട് ഓക്കെ ആണ്, ഐ കൻ ഗോ ആയിട്ട് എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരാണ് 2-ാം ദിവസം കണ്ടിന്യൂ ചെയ്ത് തിരിച്ചെത്തുക. അപ്പോൾ ഇതാണ് പരിക്രമണ കാര്യങ്ങൾ. അവിടെയുള്ള മറ്റ് സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ പോയ സമയത്താണെങ്കിൽ ടെൻ്റൊക്കെ ഉപയോഗിച്ചാണ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ട്, കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട് അവിടെ കരാത്തുബിയ. ചെത്തന പോയ സമയത്തും പൈലറ്റിൽ പോയ സമയത്തും അവിടെ കെട്ടിടങ്ങളുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റി ഉള്ളൂ. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതെല്ലാം മനസ്സോട് പ്രിപ്പയർ ചെയ്യണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള കാര്യം, കുറച്ച് സ്ത്രീകൾക്ക് പലരിലും ഉണ്ടായ സംശയങ്ങളുണ്ടായിരുന്നു. അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് ആകാശപ്രവത്തിൻ്റെ പാതിക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. ഞാൻ അന്ന് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണോ അത് സ്വീകരിക്കാനാണ് മഹാദേവൻ പാർവതി ദേവി അവിടെ കാത്തിരിക്കുന്നത്. നമ്മൾ എന്താണോ അത് അവിടെ എത്തിച്ചേരുക. അതുകൊണ്ട് 14 ദിവസത്തെ യാത്രയാണ്, പലർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് ആ യാത്രയിലുള്ള, അതായത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യാത്രയിലുള്ള ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, അതിനുള്ള പരിപാടികൾ നിങ്ങൾ മുൻകൂട്ടി തന്നെ ചെയ്യാം, മനസ്സിലായി. പക്ഷെ അതല്ല, നിങ്ങൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഒരു മനസ്സിലായി അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങളെ ബാധിക്കുന്നതെങ്കിൽ അത് ദൈവിക ഒഴിവാക്കിയുള്ളൂ. നേപ്പാളിൽ പക്ഷേ ക്ഷേത്രങ്ങൾ നമ്മൾ പോകുന്നുണ്ടായിരിക്കും. അതൊരു യൂഷ്വൽ നിങ്ങളുടെ ചിട്ടപ്രകാരം നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല.